ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പോയാലോ? പണിയൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വന്നിരിക്കുന്ന ഒരു ദിവസം വെറുതെ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇതാണ് എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഊര് തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ദുബായ് മോളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നായിരുന്നു. പക്ഷേ നടന്ന് ഒരു ഊപ്പാട് ഇളകും എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിരിക്കുകയാണ് ഗൈസ്. ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം കുറേ നേരം തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇതിൻ്റെ എക്സിറ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ആ നെർവസ്നെസ് ഒന്നും മുഖത്ത് കാണിച്ചില്ല. കാരണം നമുക്കൊന്നും അറിയില്ല എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കാൻ പാടില്ലല്ലോ. പിന്നെ ബാക്കിയുള്ള വഴിയിലൊക്കെ ഇങ്ങനെ നടന്ന് ചില്ലടിച്ച് വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ പിന്നാരം പറഞ്ഞ് നടക്കുമായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴികൾ ജസ്റ്റ് ഗ്ലാസ്സിനിടയിൽ കൂടിയിട്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര എളുപ്പമായിരുന്നില്ല കണ്ടുപിടിക്കാൻ. എങ്ങനെയോ ഒക്കെ ആരോടൊക്കെ ചോദിച്ച് ഞങ്ങൾ അതിൻ്റെ വെളിയിലൊരുവിധം ഇറങ്ങിപ്പെട്ടു. അതിനുശേഷം പിന്നെ ബുർജ് ഖലീഫ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ. ഇത്രയും വലിയ ഒരു ബിൽഡിംഗ് എങ്ങനെ നിങ്ങൾ കാണാതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമാന്യമുണ്ട്. സോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരുപാട് തിരച്ചിലിനൊടുവിൽ ബുർജ് ഖലീഫ കണ്ടുപിടിച്ചു. അതിനുശേഷം പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് കയറി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കാണും. പക്ഷേ അല്ല, അങ്ങനെ കയറാൻ പറ്റുമെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഞങ്ങൾ. സോ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വെളിയിൽ നിന്നു. അതിന് കളറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടായിരുന്നു. ബ്ലൂ ആയിട്ടും ലൈക്ക് ഗ്രേ ആയിട്ടൊക്കെ മാറുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു. അതിനുശേഷം പിന്നെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അവിടെ പോയി എന്ന് പല നാട്ടുകാരെ അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളെ കണ്ടില്ലെങ്കിലും ബുർജ് ഖലീഫ കാണുന്ന രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് എന്നൊക്കെ ഞങ്ങളിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ കണ്ടിട്ട്. അത് തേടി കുറച്ച് നേരം നടന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് ഇതാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ കണ്ട വെള്ളച്ചാട്ടം ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആത്മനിർവൃതി അടഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ബുർജ് ഖലീഫ വിസിറ്റിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.